മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലാണ് അന്വേഷണം. രാഗിൻ വിവരങ്ങൾ വേണ്ട. രാഗിൻ, ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണത്തിന് നിർദ്ദേശം വരുന്നത്? വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദനം എന്നത് എത്ര രീതിയിലുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്? മുൻ ചീഫ് സെക്രട്ടറിയാണ് കെ എം എബ്രഹാം. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമാണ്. ഇദ്ദേഹത്തിനെതിരെയാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം സംബന്ധിച്ച ആരോപണത്തിൽ CBI എൻക്വയറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ജോമോൻ പുത്തൻപുരയ്ക്കൽ, പൊതുപ്രവർത്തകനായിട്ടുള്ള ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ പെറ്റീഷനിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ജസ്റ്റിസ് കെ ബാബുവാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകിയിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളും അന്വേഷണങ്ങളും ത്വരിത പരിശോധനകളും ഒക്കെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊക്കെ തന്നെ CBIക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചി യൂണിറ്റിനായിരിക്കും അന്വേഷണ ചുമതല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2015 കാലഘട്ടത്തിൽ കെ എം എബ്രഹാം ധനകാര്യ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള IAS ഓഫീസർമാരുടെ ഈ പെരുമാറ്റച്ചട്ടമനുസരിച്ച് ആസ്തി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് കൈമാറണം. പക്ഷേ കെ എം എബ്രഹാം അതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ആകെ കിട്ടുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ തുക പല കാര്യങ്ങളിലും ലോണായി അടയ്ക്കുന്നുണ്ട്. ഇതെങ്ങനെ എന്നതാണ് ഹർജിക്കാരൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഭൂമിയും മറ്റു വസ്തുവകകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ പരാതി നമുക്കറിയാം. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. വിരമിച്ചതിന് ശേഷവും പ്രത്യേക പരിഗണനയിൽ അദ്ദേഹം സർക്കാരിന്റെ വിശ്വസ്തനാണ്. അദ്ദേഹം വിരമിച്ചതിന് ശേഷവും പുതിയ പദവിയിൽ അദ്ദേഹത്തെ അവരോധിക്കുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ഏത് കാലയളവിൽ സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചാണ് ജോമോന്റെ പരാതി? 2015 കാലഘട്ടത്തിൽ, അതായത് ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. തുടർന്ന് 2018 ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകി. ഏറെ പഴക്കമുള്ള ഒരു പെറ്റീഷനാണ്. ഇതിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി ഉത്തരവ് പറയാൻ മാറ്റുകയായിരുന്നു. അതിനുശേഷവും ചില വാദങ്ങൾ നടന്നിരുന്നു കോടതിയിൽ. തുടർന്നാണ് കോടതി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് നൽകിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. CBI ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഉന്നത പോസ്റ്റിലിരിക്കുന്ന കെ എം എബ്രഹാമിനെതിരെ വിജിലൻസ് അന്വേഷണം ഫലപ്രദമാകില്ല എന്ന വാദമാണ് ഹർജിക്കാരൻ പ്രധാനമായും കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി CEO ആണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പോസ്റ്റ് കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിരിക്കുന്നത്. CBI ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. CBI കൊച്ചി യൂണിറ്റിനായിരിക്കും അന്വേഷണ ചുമതല. നേരത്തെയും ഒട്ടനവധി ആരോപണങ്ങൾ കെ എം എബ്രഹാമിനെ ചുറ്റിപ്പറ്റി ഉയർന്നിരുന്നു. അന്ന് ഈ സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ അടുത്തിടെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അനന്തു കൃഷ്ണന് അവിടെ പോലീസിനെ കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയത് ഈ കെ എം എബ്രഹാം ആണ് എന്ന ആരോപണം ലാലി വിൻസെന്റ് ഉൾപ്പെടെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അത് വേറൊരു വിഷയമാണെങ്കിൽ പോലും ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് CBI എൻക്വയറിക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഈ വാർത്ത മാതൃഭൂമി ന്യൂസാണ് ബ്രേക്ക് ചെയ്യുന്നത്. ആദ്യം മാതൃഭൂമി ന്യൂസാണ് കൊടുക്കുന്നത്. വളരെ സുപ്രധാന പദവികൾ അലങ്കരിച്ച, ഇപ്പോഴും അലങ്കരിക്കുന്ന കെ എം എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന്, അതും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു. എന്തായാലും സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചുമതല ഒഴിഞ്ഞ ശേഷവും വീണ്ടും വലിയ ശമ്പളത്തിൽ അടുത്ത ചുമതലയിലേക്ക് എത്തിയതുമൊക്കെ വലിയ വിവാദങ്ങളായതാണ്. ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഗിനാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.